ഒരേ ചിഹ്നത്തിൽ മത്സരിച്ച അച്ഛനും മകനും. ഒറ്റപ്പാലം പനമണ്ണ ഒടുവങ്ങാട്ടിൽ വീട്ടിൽ മണികണ്ഠനും മകൻ ജിഷ്ണുവുമാണ് ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ജനവിധി തേടുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു കുടുംബത്തിലെ തലമുറകൾ കൈകോർക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. പനമണ്ണ ഒടുവങ്ങാട്ടിൽ വീട്ടിൽ 59കാരനായ മണികണ്ഠനും 26കാരനായ മകൻ ജിഷ്ണുവുമാണ് ഇത്തവണ UDF പാനലിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ജനവിധി തേടുന്നത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ അനങ്ങനടി ഡിവിഷനിൽ മത്സരിക്കുന്ന മണികണ്ഠൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് 4ാം അംഗത്തിനാണ് ഇറങ്ങുന്നത്. CPMൽ നിന്ന് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മണികണ്ഠൻ 1995 അനങ്ങനടി പഞ്ചായത്ത് തരുവക്കോണം വാർഡിൽ നിന്ന് വിജയിച്ച് ശ്രദ്ധ നേടി. പിന്നീട് 2010 പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ 1 വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയം രുചിച്ചു. പിന്നീട് UDF പക്ഷത്തേക്ക് ചുവടുമാറ്റിയ മണികണ്ഠൻ 2015 ലീഗ് സ്ഥാനാർത്ഥിയായി പാവുക്കോണത്ത് നിന്ന് വിജയം നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരുവക്കോണത്ത് നിന്നും പരാജയപ്പെട്ടു. ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മണികണ്ഠൻ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കന്നിയംഗം കുറിക്കുകയാണ്. മണികണ്ഠന്റെ മകനായ ജിഷ്ണു തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നിയംഗം കുറിക്കുന്നത് അനങ്ങനടി പഞ്ചായത്ത് 2ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ്. നിയമ ബിരുദധാരിയും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയുമാണ് ഈ യുവ സ്ഥാനാർത്ഥി. മികച്ച വിജയം നേടുമെന്ന് ഇരുവരും പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടല്ല, 95 മത്സരിച്ച് മെമ്പറായിട്ടുണ്ട്. പിന്നെ 2015 ഇതേ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി മത്സരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാവുകൊണ്ടാണ്. അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതുമാതിരിക്കുള്ളൊരു മത്സരത്തിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാൾക്കും കൂടി ഈ പാർട്ടിയിൽ വരുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത്. അതിന് ഞങ്ങൾക്ക് പാർട്ടിയോട് എന്നും എപ്പോഴും കടപ്പാടുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത്. ഞാനിപ്പം LLB പഠനം പൂർത്തീകരിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കലാമാഷ് വിളിച്ചിങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ പഠനത്തിന് ശേഷം നാടിനെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് പിന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോഴാണ് അച്ഛനും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കാര്യം പിന്നീട് അറിയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസായിരുന്നു. ഇപ്പം സാധാരണ ഇതിനു മുന്നേ അച്ഛൻ മത്സരിക്കുമ്പം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കാറുള്ളത്. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അച്ഛന് വേണ്ടിയിട്ടും വോട്ട് ചോദിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനും എനിക്ക് വേണ്ടിയിട്ടും അച്ഛന് സ്വയം വോട്ട് ചോദിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി വികസനങ്ങളിലൂടെ വരാനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ റോഡ്, ഇതുപോലെ ഒരുപാട് റോഡുകൾ ഇനിയും ഈ പഞ്ചായത്തിൽ വരാനുണ്ട്. അതുപോലെ പൊതുഗതാഗതം, കൃഷി, കുടിവെള്ളം, കൃഷി, അതുപോലെ നമ്മുടെ കന്നുകാലി വളർത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത്തരം മേഖലകളിലൊക്കെ ഇനിയും ഒത്തിരി വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കാനുണ്ട്. ഒരു യുവാവ് എന്ന നിലയ്ക്കും വിദ്യാസമ്പന്നനായ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്കും ഒത്തിരി കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ട്. കോയമ്പത്തൂരിലെ ശാസ്ത്രീയ കോളേജ് ബസ്സിലെ ജീവനക്കാരനായ മണികണ്ഠനും യുവ നിയമബിരുദധാരിയായ മകൻ ജിഷ്ണുവും ഒരേ സമയം ലീഗ് പാനലിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഓരോ വിവാഹവും ഓരോ ആഘോഷമാണ്. അവയെല്ലാം വ്യത്യസ്തമാക്കുവാൻ വധുവരന്മാർക്കായി കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. കനിഹ വെഡ്ഡിംഗ് സെന്റർ.